എല്ലാ കൂട്ടുകാർക്കും മാളസ് കോണാൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ വന്നേക്കുന്നത് നമ്മുടെ കണ്ണിൻ്റെ ചുറ്റുമുള്ള കറുപ്പ്, പിന്നെ അതുപോലെ തന്നെ കണ്ണിൻ്റെ താഴെ ഇങ്ങനെ കെട്ടിക്കിടക്കില്ലേ സാഗ്, അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഹോം റെമഡി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഹോം റെമഡിയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് എങ്ങനെയാണ് ഈ കണ്ണിന് ചുറ്റും ഡാർക്ക് സർക്കിൾ വരിക എന്ന് നോക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ മിക്കപ്പോഴും ഉറക്കം തീരെ കുറയുന്ന സമയത്തായിരിക്കും കണ്ണിൻ്റെ ചുറ്റും ഡാർക്ക് സർക്കിൾ വരുന്നത്. ഇനി ഇതല്ലാതെ കുറച്ച് പേർക്ക് എന്തെങ്കിലും ചില ഡിസീസ് കണ്ടീഷൻസ് ഉള്ളതുകൊണ്ട് വരാം. പക്ഷെ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടല്ല ഇന്നത്തെ ഇത് പറയുന്നത്, റെമഡീസ് പറയുന്നത്. ഉറക്കം കുറഞ്ഞിട്ട് പിന്നെ വെള്ളം കൂടിയൊക്കെ കുറഞ്ഞിട്ടുള്ളവർക്ക് ഡാർക്ക് സർക്കിൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതെങ്ങനെ മാറ്റാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അതിന് മുമ്പേ ആയിട്ട് നമുക്ക് എങ്ങനെയാണ് ഇത് വരുന്ന ഡാർക്ക് സർക്കിൾ വരുന്നത് നോക്കാം. വരാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിൻ്റെ ചുറ്റുമുള്ള ബ്ലഡ് വെസൽസ് പൊതുവെ ചെറുതാണ്. അപ്പോൾ രാത്രി നമ്മൾ ഉറക്കം കുറയുന്ന സമയത്ത് ഈ ബ്ലഡ് വെസൽസ് എന്ത് ചെയ്യും, വികസിക്കുന്ന സമയത്ത് ധാരാളം ബ്ലഡ് നമ്മുടെ കണ്ണിൻ്റെ ചുറ്റും പമ്പ് ചെയ്യും. ഇങ്ങനെ പമ്പ് ചെയ്യുമ്പോഴത്തേക്കും കണ്ണിൻ്റെ ചുറ്റുമുള്ള സ്കിന്നാണെങ്കിൽ തീരെ ചെറുതാണ്. അപ്പോൾ ഈ ബ്ലഡ് വെസൽസ് പമ്പ് ചെയ്യുന്ന സമയത്ത് ഈ ബ്ലഡ് ഇങ്ങനെ കണ്ണിൻ്റെ ചുറ്റും കെട്ടിക്കിടന്നിട്ടാണ് നമുക്കിത് കറുപ്പ് പോലെ ഫീൽ ചെയ്യുന്നത്, കറുപ്പാകുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുക്കുംബർ ചെയ്യാറുണ്ട്. ഹോം റെമഡീസിൽ കുക്കുംബർ ചെയ്യാറുണ്ട്. പിന്നെ കേട്, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ നാരങ്ങ നീര്, ഇതൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ തണുപ്പ്, ഇതിലടങ്ങിയിരിക്കുന്ന കുക്കുംബറിലൊക്കെ ആണെങ്കിൽ, വെള്ളരിക്കയിലൊക്കെ ആണെങ്കിൽ 95% വെള്ളമുണ്ട്. അപ്പോൾ ഇത് കണ്ണിൻ്റെ ചുറ്റും നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കണ്ണിൻ്റെ ചുറ്റുമുള്ള ബ്ലഡ് വെസൽസ് ചുരുങ്ങുമ്പോഴത്തേക്കും ഈ ബ്ലഡിൻ്റെ ആ ഒരു ഡാർക്ക് സർക്കിൾ ഉണ്ടല്ലോ, ബ്ലഡ് വന്ന് അടിഞ്ഞിട്ടാണല്ലോ ഇത് വരുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് ലൈറ്റായിട്ട് ഫീൽ ചെയ്യും. അങ്ങനെ നമ്മൾ കുറേ നാൾ കണ്ടിന്യൂസ് ആയി ചെയ്യുമ്പോൾ മാത്രമല്ല, ഇത് നമ്മൾ ചെയ്യുന്നതിൻ്റെ കൂടെ ഉറങ്ങണം. ഇപ്പോൾ വേറെ പുറത്ത് ജോലിക്കൊന്നും പോകാത്തവരാണെന്നുണ്ടെങ്കിൽ 8 മുതൽ 10 മണിക്കൂർ വരെ ഉറക്കം നിർബന്ധമാണ്. പിന്നെ നിങ്ങളിപ്പോൾ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ എന്തായാലും ഉറക്കം വേണം. അപ്പോൾ നന്നായി ഉറങ്ങുക, പിന്നെ ധാരാളം വെള്ളം കുടിക്കുക, അതുപോലെ തന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിക്കുക. അപ്പോൾ ഇതൊക്കെ കൊണ്ട് നമുക്ക് ഡാർക്ക് സർക്കിൾ ഒരു പരിധി വരെ മാറ്റി നിർത്താൻ പറ്റും. പിന്നെന്ന് വെച്ചാൽ നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ സൂര്യപ്രകാശം ഏൽക്കാതിരിക്കുക, ഡയറക്റ്റായിട്ട് കണ്ണിൽ അടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സൺഗ്ലാസ് യൂസ് ചെയ്യുക. അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഡാർക്ക് സർക്കിൾ ഉണ്ടല്ലോ കണ്ണിന് ചുറ്റുമുള്ള, അത് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെ റെമഡീസാണ് ചെയ്യാൻ നോക്കാം. വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ റെമഡിയിൽ നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു വെള്ളരിക്ക എടുക്കുക. നിങ്ങളുടെ കയ്യിൽ നീളമുള്ള വെള്ളരി ഉണ്ടല്ലോ, അതായാലും കുഴപ്പമില്ല. എനിക്കിവിടെ ചെറുത് കിട്ടിയുള്ളൂ, അപ്പോൾ അതുകൊണ്ടാണ് അതെടുത്തിട്ട് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ട് നമുക്കിനി ഇതിനെ ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ തണുക്കാൻ വയ്ക്കാം കേട്ടോ. തണുത്ത് കഴിഞ്ഞതിന് ശേഷം വേണം നമ്മുടെ കണ്ണിൽ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഈ അരിഞ്ഞു വെച്ച വെള്ളരി എടുത്തിട്ട് കണ്ണിൽ അപ്ലൈ ചെയ്യുക. ഇത് എപ്പോഴാണ് ബെസ്റ്റ് ടൈം എന്ന് വെച്ചാൽ നമ്മൾ ഉറങ്ങാൻ പോകുമ്പോഴത്തേക്കും കണ്ണിൻ്റെ മുകളിൽ വെച്ചിട്ട് കിടക്കുക. ഇടയ്ക്ക് ഉറക്കത്തിൽ എപ്പോഴെങ്കിലും പോവായിരിക്കും, എന്നാലും അതങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഇനി രണ്ടാമത്തെ റെമഡി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളരി വെച്ച് തന്നെയാണ്. നമ്മളിതുപോലെ വെള്ളരി ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കുക. ഞാൻ ഈ സെക്കൻഡ് റെമഡിയിൽ വെള്ളരി നീരും തൈരും മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ നാരങ്ങ നീര് ചേർക്കാം. നാരങ്ങ നീര് ചിലർക്ക് പിടിക്കത്തില്ല, അത് ചിലപ്പോൾ കണ്ണിന് ഇറിറ്റേഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഞാനത് എടുക്കാത്തത്. ഇനി ഈ വെള്ളരി നീര് നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ തൈരും കൂടി ചേർക്കാം. തൈര് ചേർത്തിട്ട് നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ വട്ടത്തിലരിഞ്ഞ വെള്ളരി നമ്മൾ വെച്ചില്ലേ, അതുപോലെ തന്നെ ഇതും ഫ്രിഡ്ജിലോട്ട് വെക്കാം. വെള്ളരി നീരും തൈരും നല്ലൊരു കൂളിംഗ് ഏജൻറ്റാണ്. നമുക്ക് വേണമെങ്കിൽ വെള്ളരി നീര് മാത്രം ഉപയോഗിക്കാം, എന്നാൽ തൈരും കൂടി ആകുമ്പോഴത്തേക്കും ഡബിൾ എഫക്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് തൈരും കൂടി ചേർക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ തേനും കൂടി ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് രണ്ടും നമ്മളിനി ഫ്രിഡ്ജിൽ വെച്ച് 10 മിനിറ്റ് തണുപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ കോട്ടൺ പാഡാണ് എടുക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്കിപ്പോൾ ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ, ഇതില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ സാധാരണ കോട്ടൺ ബോൾ ഉണ്ടല്ലോ, അതെടുത്താലും മതി. ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക, ഈ തൈര് തന്നെ കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ജ്യൂസ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന ജ്യൂസ് തന്നെ കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുക.
ഞാനപ്പോൾ അതെടുത്തിട്ട് ഇതുപോലെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് 10 മിനിറ്റ് തണുപ്പിച്ചിട്ട് എടുത്ത് കണ്ണിന് ചുറ്റും വച്ചേക്കും. ഇനി നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ സാധാരണ ഈ ജ്യൂസ് മാത്രം കണ്ണിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും കണ്ണിന് ചുറ്റും നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഇത് കഴുകി കളയാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ റെമഡീസ്. ഇത് ഒരു 5 ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കണ്ണിൻ്റെ ചുറ്റുമുള്ള കറുപ്പ് മാറുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ റെമഡി എന്ന് പറയുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. മറ്റൊരു യൂസ്ഫുൾ ടിപ്പുമായി അടുത്ത വീഡിയോ കാണും വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.